ബിഗ് ബോസ് സീസൺ 6 പങ്കെടുക്കുന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ നമ്മുടെ സ്വന്തം വീട്ടിലൊരു പരിപാടി വെക്കുമ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ കുടുംബക്കാരെ വിളിക്കും, അതിനുശേഷമേ കൂട്ടുകാരെ വിളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ മോഡൽസിൻ്റെയും ജിംബന്മാരുടെയും അതുപോലെ തന്നെ യൂട്യൂബേഴ്സൊക്കെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയ വീഡിയോസ് ഒരുപാട് ചെയ്തു. ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് കൺഫേംഡ് ലിസ്റ്റുകളും പോലെയുള്ള ലിസ്റ്റുകളും നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ വീട്ടുകാരെ മറന്നുപോയി. വീട്ടുകാരെ വിളിക്കണമല്ലോ ആദ്യത്തെ നമ്മുടെ പരിപാടിക്ക്. അപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു ഭാഗമാണ് ബിഗ് ബോസ്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിൽ ബിഗ് ബോസ് സംരക്ഷണം ചെയ്യുമ്പോൾ ഒപ്പം സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളാണ് ഏഷ്യാനെറ്റിന്റെ ബിഗ് ബോസിന്റെ കുടുംബക്കാരെന്ന് പറയുന്നത്. അതിലുപരി ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയുടെ 50% വ്യൂവേഴ്സും ഏഷ്യാനെറ്റിലെ സീരിയൽ കാണുന്നവരാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാം ബിഗ് ബോസ് സീസൺ 6 പങ്കെടുക്കുന്ന ഏഷ്യാനെറ്റിലെ സീരിയൽ താരങ്ങൾ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് ഒരുപാട് വ്യൂവേഴ്സ് വീഡിയോ കാണുന്നത്. തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ ആളാണ് ജിത്തു വേണുഗോപാൽ. ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് തോന്നുന്നു 9 മണി മുതൽ 9:30 വരെ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം സീരിയലിലെ ഒരു ക്യാരക്ടറാണ് നമ്മുടെ ജിത്തു വേണുഗോപാൽ ചെയ്യുന്നത്. അപ്പോൾ ജിത്തു വേണുഗോപാലിന് ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു സീരിയൽ ഡ്രോപ്പ് ചെയ്ത് പോകാനായിട്ട് പോകുമെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും വിചാരിക്കും. പക്ഷേ ബിഗ് ബോസ് ആണ് അതിനേക്കാളും വലുത്. അല്ലെങ്കിൽ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു സീരിയലിൽ കിട്ടുന്നതിനേക്കാളും പ്രശസ്തി എനിക്ക് കിട്ടും. എൻ്റെ ആ ഒരു റിയൽ ക്യാരക്ടർ ആളുകൾക്ക് മുന്നിൽ കാണിക്കണമെന്ന് തീർച്ചയായിട്ടും ജിത്തു വേണുഗോപാലിന് ആഗ്രഹമുണ്ടെങ്കിൽ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടാകും. ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഏകദേശം പുള്ളിക്കാരൻ അത് കടമ്പയൊക്കെ കടന്നു നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോൾ അറിയുന്നത്. ദെൻ അടുത്തത് പറയാനുള്ളത് ബീന ആന്റണി. ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഒരു സീനിയർ വുമൺ ബിഗ് ബോസിൽ ഉണ്ടാകും. അല്ലെങ്കിൽ സീനിയർ ഒരു ആക്ട്രസ്, ഇപ്പോൾ സീരിയലുകളിലായി കഴിഞ്ഞോട്ടെ അത്തരത്തിൽ അഭിനയിക്കുന്ന ഒരു സീനിയർ വുമൺ എന്തൊക്കെയായാലും ബിഗ് ബോസിന്റെ എല്ലാ സീസണുകളിലും ഉണ്ടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ ബീന ആന്റണിയും ഈ ഒരു സീസണിൽ ഉണ്ടാകും. ബീന ആന്റണി ഇപ്പോഴും റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിൽ 9 മണി മുതൽ 9:30 വരെ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം സീരിയലിലെ ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. നമ്മുടെ അമ്മായിയമ്മയും മരുമോനുമായിട്ടാണ് ജിത്തു വേണുഗോപാലും ബീന ആന്റണിയും ആ ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അടുത്തത് പറയാനായിട്ടുള്ള പേരാണ് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൽ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടില്ല, പണ്ട് 8 മണി മുതൽ 8:30 വരെ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സമയവും മാറ്റി, സീരിയലിൻ്റെ കഥയും ക്യാരക്ടേഴ്സിനെ മാറ്റിയ സമയത്ത് അതിൽ നിന്ന് പോകേണ്ടി വന്ന ഒരാളാണ് ശരണ്യ. ഇപ്പോൾ ആ സീരിയലിന് അതുകൊണ്ട് തന്നെ അത്രയും വലിയ റേറ്റിങ്ങിലൊന്നും ആ ഒരു സീരിയൽ ഇടം പിടിച്ചിട്ടില്ല. സീരിയൽ ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ ശരണ്യ അതിനകത്ത് വേദിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. നല്ല അടിപൊളി വില്ലത്തിയായിരുന്നു. പിന്നീട് ഏറ്റവും അവസാനമായപ്പോൾ നല്ല കുട്ടിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സീരിയലിൽ. തീർച്ചയായിട്ടും ബിഗ് ബോസ് സീസൺ 6 ഒക്കെ കടമ്പകളൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ഒരു പരിപാടിയും ചെയ്യാത്തതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. വന്നു കഴിഞ്ഞാൽ കണ്ടന്റുകൾ കൊണ്ട് നിറയും. പക്ഷേ സ്റ്റാർട്ട് മ്യൂസിക്കിലും അതുപോലുള്ള സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ചില്ലാണ് പുള്ളിക്കാരി. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നല്ല റെസെറ്റായിട്ട് മാറാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമത്തെ പേര് ശരണ്യ. അടുത്തത് അതേ സീരിയലിൽ, നമ്മുടെ കുടുംബവിളക്ക് സീരിയലിൽ ഇപ്പോൾ ഇല്ല, നേരത്തെ 8 മണി മുതൽ 8:30 വരെ സംരക്ഷണം ചെയ്തിരുന്ന ആ ഒരു സമയത്തുണ്ടായിരുന്നു നൂബിൻ ജോണിയും ബിഗ് ബോസ് സീസൺ 6 വിളി പോയിട്ടുണ്ട്. നൂബിന്റെ ഭാര്യയൊക്കെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇപ്പോൾ നൂബിൻ ആ ഒരു പെർട്ടിക്കുലർ സീരിയലിൽ ഇപ്പോൾ അഭിനയിക്കുന്നില്ല, എല്ലാം ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് വേറൊരു പരിപാടി ഇല്ലാതെ ഇപ്പോൾ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആവും. എന്ന് വെച്ചാൽ വളരെ മാന്യനായ ഒരു വ്യക്തി എന്ന് പറയാനുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം, നല്ല ചില്ലാണ് അവരെല്ലാവരും. അപ്പോൾ ആ ഒരു നമുക്ക് അറിയാം, എല്ലാവരും ചില്ല് തന്നെയാണ്. പിന്നെ സീരിയലിലെ ക്യാരക്ടേഴ്സിനെ വെച്ചാണ് നമ്മൾ അളക്കുന്നത് എല്ലാവരും. അപ്പോൾ നല്ല ചില്ലാണ് പുള്ളിക്കാരനും വരികയാണെങ്കിൽ ബിഗ് ബോസിന് നല്ല അടിപൊളി അസെറ്റ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം നൂബിൻ ജോണിക്കും ബിഗ് ബോസ് സീസൺ 6 നിന്ന് കോള് പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും വരുമെന്നാണ് തോന്നുന്നത്. ദെൻ അടുത്തത് പറയാനായിട്ടുള്ളത് സാന്ത്വനം സീരിയലിലെ അച്ചു സുഗന്ധ്. നമുക്കറിയാം സാന്ത്വനം സീരിയൽ സംവിധായകൻ അന്തരിച്ചതുകൊണ്ട് തന്നെ സ്റ്റോറിയൊക്കെ അടപടലം മാറ്റിയവർ പിന്നീട് ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ സീരിയൽ അവസാന ഘട്ടത്തിലേക്ക് നിൽക്കുകയാണ്. ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ചെന്നാണ് കേൾക്കുന്നത്. സ്വാതന്ത്ര്യം ഫാമിലിനെ ഫുള്ളായിട്ട് ബിഗ് ബോസിലേക്ക് കയറ്റിവിടാനുള്ള പരിപാടി വരെ ബിഗ് ബോസിന്റെ അണിയറ ഓടുന്നുണ്ട് ആ ഒരു പരിപാടികളൊക്കെ. അതൊക്കെ നമുക്ക് പിന്നീട് അറിയാം. അച്ചു സുഗന്ധിന് ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. എന്തായാലും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഷൂട്ടിംഗ് ഒക്കെ അവസാനിച്ച് നിൽക്കുകയാണ്. വേറൊരു പരിപാടി ഇല്ല. തൻ്റെ സ്വന്തം ക്യാരക്ടർ ആളുകളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് ഉണ്ടാവുന്നൊരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ ഓഡീഷനും
അതുപോലെ തന്നെ ഇന്റർവ്യൂവിനൊന്നും പോകത്തില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ദെൻ നമ്മുടെ ലിസ്റ്റിൽ അടുത്ത പേരാണ് സജിൻ. സജിനും സ്വാന്തനം സീരിയലിൽ ശിവൻ എന്ന നായകനായി തന്നെ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ സജിനും ബിഗ് ബോസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സജിന് ആ ഒരു സ്വാന്തനം സീരിയലിൽ അഭിനയിച്ചുകൊണ്ട് വളരെയധികം ഫാൻ ബേസും ഇൻസ്റ്റഗ്രാമിലൊക്കെ ബിഗ് ബോസിൽ കയറുന്നതിന് മുന്നേ തന്നെ ശിവൻ ആർമി, ശിവാഞ്ജലി ആർമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വാന്തനം ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ആർമി അല്ലെങ്കിൽ ഫാൻ ബേസ്, അത്രയും ഫാൻ ബേസ് ഉള്ള ഒരു സീരിയലായിരുന്നു. ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ തന്നെ സജിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു അസറ്റ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ബിഗ് ബോസിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുള്ള ഒരു വ്യക്തിയായിട്ട് സജിന് നല്ല രീതിയിൽ പെർഫോം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ വിന്നർ ആവാൻ വരെയും കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് സജിൻ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തതായിട്ട് പറയാനുള്ളതും അതേ സീരിയലിൽ നിന്ന് തന്നെയാണ്, സ്വാന്തനം സീരിയലിൽ നിന്ന് തന്നെ. നമ്മുടെ സ്വാന്തനം സീരിയലിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്ന അപ്സരയെ നിങ്ങൾക്കറിയാം, വളരെ ആക്റ്റീവായിട്ടുള്ള ചില്ലായിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്സര എന്ന് പറയുന്നത്. നിങ്ങൾ സ്റ്റാർട്ട് മ്യൂസിക്കിലൊക്കെ കണ്ടു കാണും. സ്വാന്തനം സീരിയലിൽ ജയന്തി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. വില്ലത്തിയാണെങ്കിലും നല്ല അടിപൊളി വില്ലത്തിയാണ്. ഇടയ്ക്കിടയ്ക്ക് കൂക്കൊക്കെ മേടിക്കാറുണ്ട് സീരിയലിൽ വന്ന്. അപ്പോൾ അപ്സരയും നമ്മുടെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. സ്വാന്തനം സീരിയലിൽ നിന്ന് ഇപ്പം തന്നെ 3 പേർക്ക് ബിഗ് ബോസിൽ ഓഡിഷൻ കോൾ പോയതായിട്ടാണ് അറിഞ്ഞത്. ഇനിയും കുറെ പേരെ വിളിച്ചു കാണും. കാരണം സ്വാന്തനം സീരിയലിലെ നായകന്മാരൊക്കെ വളരെ പ്രശസ്തി ആർജിച്ചവരാണ്. കാരണം ഒട്ടനവധി ഫാൻ ബേസ് ഉള്ള ഒരാൾക്കാർ തന്നെയാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ അടിച്ചു നോക്കിയാൽ തന്നെ കാണാം. അവരുടെ പേര് വെച്ചും സീരിയലിന്റെ പേര് വെച്ചൊക്കെ നിറയെ ആർമി പേജുകളും ഫാൻ പേജുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിൽ ആര് വന്നു കഴിഞ്ഞാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്യാവശ്യത്തിന് സപ്പോർട്ടിൽ പോകാൻ പറ്റും. പിന്നെ സീരിയൽ അവസാനിക്കുന്ന സ്ഥിതിക്ക് ബിഗ് ബോസ് വിചാരിച്ചു കഴിഞ്ഞ് ഇവരെ കൊണ്ടുവരാനും പറ്റും. എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഏഷ്യാനെറ്റിന്റെ മക്കളാണല്ലോ. അപ്പൊ എന്തായാലും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അപ്സരക്കും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. വരികയാണെങ്കിൽ പൊളിക്കുമെന്ന് തന്നെ പറയാനുള്ളത്. ഇത്രയും പേർക്കാണ് ബിഗ് ബോസ് സീസൺ 6 നിന്ന് റീസെന്റ് ആയിട്ട് കോൾ പോയതുള്ളത്. കാരണം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ ചെയ്യുന്നവരാണ് ഇവർ. ഇനി കുറച്ച് പേരും കൂടി ഉണ്ട്. അത് പണ്ട് ഏഷ്യാനെറ്റിലെ സീരിയലുകൾ ചെയ്തിരുന്നവര്, അവരെയും ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. കാരണം അവരെല്ലാവരും ഏഷ്യാനെറ്റിൽ നിന്നാണ് വളർന്നു വന്നത്. ഏഷ്യാനെറ്റിലെ സീരിയലുകളിൽ നിന്നാണ് ആ ഒരു പ്രശസ്തിയും പേരൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും പണ്ട് അഭിനയിച്ചിരുന്നവരെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് പണ്ട് അഭിനയിച്ചവരുടെ ലിസ്റ്റ് കൂടി പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് ശ്രീറാം തന്നെയാണ്. ശ്രീറാം ഒട്ടനവധി പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. പണ്ടത്തെ കസ്തൂരിമാൻ സീരിയലിൽ ജീവയായിട്ട് അഭിനയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പണ്ട് തന്നെ ഒരുപാടധികം ഫാൻ പേജും ആർമി പേജൊക്കെ ജീവ എന്നുള്ള ആ ക്യാരക്ടറിന് വേണ്ടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാടധികം വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ജീവ എന്ന് പറയുന്നത്. കസ്തൂരിമാൻ സീരിയലും അത് ഉണ്ടായിരുന്ന സമയത്ത് നല്ല ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സീരിയൽ തന്നെയാണ് കസ്തൂരിമാനും. അപ്പോൾ ആ ഒരു കസ്തൂരിമാനിലെ ശ്രീറാമിനെ ബിഗ് ബോസിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളിലും മറ്റുള്ള പരിപാടികളൊക്കെ ആയിട്ട് പോവുകയാണ്. ശ്രീറാം എന്ന ക്യാരക്ടറും അല്ലെങ്കിൽ പുള്ളിക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് സിനിമയിലൊക്കെ അഭിനയിക്കണമെങ്കിൽ ബിഗ് ബോസ് ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിരിക്കാം. അപ്പോൾ ശ്രീറാമിനും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. അടുത്തതായിട്ട് പറയാനുള്ളത് അതേ സീരിയലിൽ ജീവയുടെ സ്വന്തം കാവ്യയായിട്ട് അഭിനയിച്ചിരുന്ന റബേക്ക സന്തോഷിനും ബിഗ് ബോസ് സീസൺ 6 നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. പുള്ളിക്കാരത്തിക്കും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. പക്ഷേ ഇപ്പോൾ സൂര്യ TV സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിപ്പുണ്ട്. കളിവീട് എന്ന സീരിയലിന് നല്ല രീതിയിലുള്ള റേറ്റിങ്ങും ഫാൻ ബേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വരുമെന്ന് എനിക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ സ്വന്തം ഈ റബേക്ക സന്തോഷ് എന്ന ആ ഒരു സ്വന്തം പേര് ഇപ്പോൾ കാവ്യ അല്ലെങ്കിൽ ആ ഒരു സീരിയൽ ക്യാരക്ടറിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി സ്വന്തം പേരിൽ അറിയപ്പെടണമെന്നുള്ളവർ തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വരും. തൻ്റെ ക്യാരക്ടറിനെയും തൻ്റെ ഒരു ബിഗ് ബോസിൽ പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വരും. അപ്പോൾ റബേക്ക സന്തോഷിനെ ബിഗ് ബോസ് സീസൺ 6 പ്രതീക്ഷിക്കുന്നുണ്ട്. ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ബിഗ് ബോസ് സീസൺ 6 പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അധികം കേൾക്കാത്ത ഒരു പേരാണ് പറയുന്നത്. പക്ഷേ ഓഡീഷൻ കോൾ പോയതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. ഇയാൾക്ക് ഓഡീഷൻ കോൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. പണ്ടത്തെ ഏഷ്യാനെറ്റിന്റെ ചരിത്രത്തിൽ തന്നെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന പരസ്പരം സീരിയലിലെ നായിക ദീപ്തി IPS ആയിട്ട് അഭിനയിച്ചിരുന്ന ഗായത്രി അരുണ് ഓഡീഷൻ കോൾ പോയിട്ടുണ്ട്. അത് ഒരു ഒരു ജെന്യുവിനായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കിട്ടിയ ഒരു അപ്ഡേറ്റ് ആണ്. ഗായത്രി അരുണും ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. വരികയാണെങ്കിൽ അടിപൊളിയാകും. കാരണം ഏഷ്യാനെറ്റിന്റെ സ്ക്രീനിൽ ഗായത്രിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം ദീപ്തി IPS അത്രയേറെ ഗാഢമായിട്ട് സീരിയൽ കാണുന്ന ആളുകളുടെ ഉള്ളിലേക്ക് പതിഞ്ഞതാണ്. ആ ഒരു സീരിയലിൽ ബമ്പർ ഹിറ്റായിരുന്നു ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ദീപ്തി IPSും വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഗായത്രി അരുണും ബിഗ് ബോസ് സീസൺ 6 വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓഡിഷൻ കോൾ പോയിട്ടുണ്ട് തീർച്ചയായിട്ടും.
ദെൻ അടുത്ത പേര് അതേ സീരിയലിലെ ഗായത്രിയുടെ അമ്മായിയമ്മയായിട്ട് അഭിനയിച്ചിരുന്ന രേഖ രതീഷ്. പുള്ളിക്കാരത്തെയും ബിഗ് ബോസ് സീസൺ 6 ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. സീനിയർ വുമൺ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബീനി ആന്റണിനെയൊക്കെ വിളിച്ചതുപോലെ തന്നെ സീനിയർ വുമൺ ബിഗ് ബോസിന്റെ ഒരു ശൈലിയാണ്. അപ്പോൾ രേഖയും വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. പക്ഷെ ഉറപ്പിച്ച് പറയുന്നില്ല. രേഖയുടെ കാര്യം ചെറിയൊരു സോഴ്സിൽ നിന്ന് അറിഞ്ഞതാണ്. ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. ഇപ്പോഴും സീരിയലുകളിൽ നല്ല ആക്റ്റീവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതൊക്കെ ഡ്രോപ്പ് ചെയ്ത് ബിഗ് ബോസിലേക്ക് വരുമെന്ന് ഒരു ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ പേര് പറയണമല്ലോ. ഓഡിഷൻ കോൾ പോയതുകൊണ്ട് എന്തൊക്കെയാലും നിങ്ങളത് അറിയിക്കണമെന്നുണ്ടായി. അപ്പോൾ രേഖയുടെ പേരും കൂടി ഈ ഒരു സമയത്ത് പറയാണ്. നമ്മുടെ ലിസ്റ്റിൽ അവസാനമായിട്ട് പറയാനുള്ള പേരാണ് അൻഷിത അഞ്ചി. അൻഷിത അഞ്ചി നമ്മുടെ കൂടെവിടെ സീരിയലിലെ നായികയായിട്ടുള്ള സൂര്യ എന്ന ക്യാരക്ടർ ചെയ്തിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഫോളോ ചെയ്യുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ അൻഷിതയും ബിഗ് ബോസിൽ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. കാരണം ഫസ്റ്റ് ബിഗ് ബോസ് സീസൺ 4 ഹിൽഷയും സീസൺ 5 റനീഷയും വന്നതുപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു ക്യാരക്ടർ, ഇവരുടെയൊക്കെ ഒരു ബേസിക് നേച്ചർ വെച്ചിട്ട് വരുന്ന ഒരാൾ തന്നെയാണ് അൻഷിത അഞ്ചിയും. അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വരാനായിട്ടുള്ള ചാൻസസ് ഏറെയാണ്. ഒരുപാടധികം പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ പേര് കണ്ടിട്ടുള്ള ഒരാൾ തന്നെയാണ്. ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ വേറെ പരിപാടികളൊന്നും ആക്റ്റീവായിട്ടില്ല. പിന്നെ ഏതോ അതർ ലാംഗ്വേജിൽ ഏതോ ഒരു സിനിമയിൽ ഒരു സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്. അത് ഡ്രോപ്പ് ചെയ്ത് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏഷ്യാനെറ്റിൽ നിന്നാണ് പുള്ളിക്കാരത്തിന്റെ ഫെയിം ഒക്കെ ഉയർന്നു വന്നത്. അതുകൊണ്ട് തന്നെ ഏഷ്യാനെറ്റിലേക്ക് ഒരു പരിപാടിയിൽ വീണ്ടും വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ നല്ല രസറ്റായിരിക്കും. കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ചിൽ പാർട്ടീസാണ് ഇവരെല്ലാവരും. ബിഗ് ബോസ് സീസൺ 6 എന്താണ് ഓഡിഷൻ കോൾ പോയിട്ടുള്ള സീരിയൽ താരങ്ങൾ കുറച്ച് പേര് കൂടി ഉള്ളതായിട്ട് അറിയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളിലേക്ക് എത്തിക്കാം. കാരണം ഉറപ്പ് വരുത്തിയിട്ടില്ല. ഇപ്പോൾ മറ്റുള്ളവർ പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ കണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയ ആളുകളുടെ പേര് മാത്രമേ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറുള്ളൂ. അപ്പോൾ അത് ഉറപ്പ് വരുത്തിയിട്ട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ ഒരു പേരുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ആര് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ടാറ്റ, ബൈ ബൈ, താങ്ക് യു.